എല്ലാവർക്കും നമസ്കാരം. ചാനൽ 13.8 എല്ലാവർക്കും സ്വാഗതം. കാബയുടെയും സംസം കിണറിൻ്റെയും കഥയാണ് നമ്മൾ മുമ്പ് പറഞ്ഞത്. ഇനി പറയാൻ പോകുന്നത് മുഹമ്മദിൻ്റെ ജനന കഥയാണ്. ആദ്യം തന്നെ പറയട്ടെ, ഈ പുണ്യ പുരുഷന്മാരുടെ ജനന കഥകളെല്ലാം അവരുടെ ആരാധകർ പിന്നീട് ഉണ്ടാക്കിയെടുത്തതാണ്. രാമൻ്റേതായാലും കൃഷ്ണൻ്റേതായാലും യേശുവിൻ്റേതായാലും സായിബാബയുടേതായാലും ഇനിയിപ്പോൾ കൃഷ്ണദാസിൻ്റേതായാലും അത് അങ്ങനെ തന്നെയാണ്. ലോകത്തിൽ ഒരു ദിവസം എത്രയോ കുട്ടികൾ പിറക്കുന്നു. അവരിൽ ആരാണ് ആൾദൈവമായി തീരാൻ പോകുന്നത്, ആരാണ് ഒരു പുണ്യപുരുഷനായി മാറാൻ പോകുന്നത്, ആരാണ് ഒരു പ്രധാനമന്ത്രിയായി മാറാൻ പോകുന്നത്, ആരാണ് പ്രധാന പൂജാരിയായി മാറാൻ പോകുന്നത്, ആർക്കും അറിയില്ല. ജീവിതമധ്യേ ചിലർ അങ്ങനെയൊക്കെ വലിയ വലിയ ആളുകളായി മാറുകയാണ് ചെയ്യുന്നത്. ഒരാൾ ഒരു മെഗാ താരമായി മാറിക്കഴിഞ്ഞാൽ ആ മെഗാതാരത്തിൻ്റെ അപ്പോഴത്തെ വലുപ്പത്തിനനുസരിച്ചുള്ള ഒരു ജനന കഥ അവരുടെ അനുയായികൾ മെനഞ്ഞുണ്ടാക്കുകയാണ് പതിവ്. യേശുവിനെ നോക്കുക. സത്യത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് നാട്ടുകാർ അറിയാൻ തുടങ്ങുന്നത് തന്നെ രോഗശാന്തി ശുശ്രൂഷയും സുവിശേഷ പ്രവർത്തനങ്ങളും തുടങ്ങിയപ്പോഴാണ്. പിന്നീട് അവിടുത്തെ ജൂതന്മാരും അടങ്ങുന്ന ആ പൗരോഹിത്യ സമൂഹം ഇടപെട്ട് അദ്ദേഹത്തെ കുരിശിൽ ഏറ്റിയതിന് ശേഷമാണ് ഒരു രക്തസാക്ഷി പരിവേഷം അദ്ദേഹത്തിന് കിട്ടിയത്. പിന്നീട് തലമുറകൾ കഴിഞ്ഞപ്പോഴാണ് യേശു പരിശുദ്ധാത്മാവിനാൽ ജനിച്ചു, അല്ലെങ്കിൽ ഗർഭം ധരിച്ചു, മറിയം എന്ന കന്യകയിലാണ് ജനിച്ചത് എന്നൊക്കെ ഭക്തർ കഥ മെനഞ്ഞ് ഉണ്ടാക്കിയത്. ഈ അടുത്ത് ജീവിച്ചു മരിച്ച ഒരു താരമാണ് നമ്മുടെ ഭഗവാൻ സായിബാബ. അദ്ദേഹത്തിൻ്റെ ജനനകഥ പോലും ഇങ്ങനെയൊക്കെ മെനഞ്ഞുണ്ടാക്കി കഴിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ്. അദ്ദേഹം ദൈവമാണ് എന്ന് സ്ഥാപിക്കാനായി ഫിലിപ്പം പ്രസാദിനെ പോലുള്ള ചില ആത്മകഥാകാരന്മാർ അവർ സായിബാബയുടെ അമ്മയുടെ പേര് പോലും മാറ്റി. ദൈവാമ എന്നാണ് ഇപ്പോൾ സായിബാബയുടെ അമ്മയുടെ പേര്. എന്ത് ലളിതമായ വ്യാഖ്യാനമാണ്! സായിബാബ ദൈവം, സായിബാബയുടെ അമ്മ ദൈവാമ്മ. ഇനി നമുക്ക് രാജാവിൻ്റെ മകൻ എന്ന മോഹൻലാൽ സിനിമയിലേക്ക് വരാം. അതിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് കൃഷ്ണദാസ്. രതീഷ് എന്ന നടനാണ് കൃഷ്ണദാസായി വരുന്നത്. പുള്ളി ഒരു ക്രിമിനലാണ്. വിൻസെൻ്റ് ഗോമസിൻ്റെ സ്പിരിറ്റ് ലോറികളിൽ ഒരു കിളിയായിരുന്നു അയാൾ. പക്ഷെ പിന്നീട് അയാൾ മന്ത്രിയായി. മന്ത്രിയായപ്പോഴാണ് കൃഷ്ണദാസിൻ്റെ ബാല്യകാലത്തെ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി പത്രക്കാർ മൊത്തത്തിലായി തിരയുന്നത്. ഒരു പുതിയ മന്ത്രിയെ പറ്റി വിശദമായ ഒരു സ്റ്റോറി തയ്യാറാക്കുമ്പോൾ ഒരു കുട്ടിക്കാലത്തെ ഒരു ഫോട്ടോ നല്ലതാണല്ലോ. പക്ഷേ കൃഷ്ണദാസിനുള്ളത് ക്രിമിനൽ ഭൂതകാലം മാത്രമാണ്. ഫോട്ടോ പോയിട്ട് കുടുംബം ഏതാണെന്ന് പോലും അറിയില്ല. അപ്പോൾ ഒരു പത്രക്കാരൻ പറയുന്നത്, ഏതെങ്കിലും കാണാൻ കൊള്ളാവുന്ന ഒരു കുട്ടിയുടെ പടമെടുത്ത് മന്ത്രിയുടെ കുട്ടിക്കാല ചിത്രം എന്ന് പറഞ്ഞു കൊടുക്കാനാണ്. ആളുകൾ വലിയവരായി മാറുമ്പോൾ അവരുടെ വലുപ്പത്തിനനുസരിച്ചുള്ള പഴയകാല ചരിത്രം മെനഞ്ഞുണ്ടാക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. എല്ലാ മനുഷ്യരെ പോലെയും ജനിച്ച ഒരാളാണ് തങ്ങൾ ആരാധിക്കുന്ന ദൈവം എന്ന് സമ്മതിക്കാൻ ഒറ്റ ഭക്തനും താല്പര്യമില്ല. അതാണ് ഈ ജനനകഥകൾ ഉണ്ടാക്കുന്നതിൻ്റെ സൈക്കോളജിക്കൽ അടിത്തറ. നമുക്കിനി നമ്മൾ പറഞ്ഞു നിർത്തിയ ഇടത്തു നിന്നും തുടങ്ങാം. ആദ്യ പിതാവായിരുന്ന അബ്രഹാം ഏകദൈവ വിശ്വാസിയായിരുന്നു. അദ്ദേഹം വിഗ്രഹങ്ങളോട് പ്രാർത്ഥിക്കാറില്ല, ഡയറക്റ്റ് ദൈവത്തെ വിളിക്കാറാണ് പതിവ്. സംസം കിണറും കാബ ആരാധനാലയവും ഉണ്ടാക്കിയതിന് ശേഷം അബ്രഹാം ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു, എൻ്റെ മകൻ ഇസ്മായിലും എൻ്റെ ഭാര്യ ഹാജറയും താമസിക്കുന്ന ഈ സ്ഥലം കൃഷി ചെയ്യാനൊന്നും പറ്റുന്ന സ്ഥലമല്ല. എന്നാൽ അവിടെ കാബ എന്ന വിശുദ്ധ ഗൃഹമുണ്ട്, വിശുദ്ധ ദേവാലയമുണ്ട്. ആ വിശുദ്ധ ഗേഹത്തിലേക്ക് തീർത്ഥാടകരെല്ലാം എത്തണമേ. ആ തീർത്ഥാടകർ നൽകുന്ന മധുര ഫലങ്ങളാൽ എൻ്റെ സന്താന പരമ്പര അതിജീവിക്കാൻ ഇടവരട്ടെ. നമുക്കിന്നറിയാം അമ്പലവും പള്ളിയും നല്ല ഒരു വരുമാന മാർഗമാണെന്ന്. പക്ഷേ പണ്ട് അബ്രഹാമിന് അതറിയില്ലല്ലോ. അക്കാലത്ത് ഭക്തി ഒരു വ്യവസായമായി ആരംഭിക്കുന്നതേ ഉള്ളൂ. ഇന്നൊരു ക്ഷേത്രം പണിയുമ്പോൾ തന്നെ അതിൻ്റെ പ്രൊജക്റ്റ് റിപ്പോർട്ടിൽ പറയുന്നുണ്ടാവും, ഇത് ഇത്രാമത്തെ വർഷം മുതൽ ബ്രേക്ക് ഇവണാകും, ലാഭത്തിലാകും എന്നൊക്കെ. എങ്കിലേ ആ ക്ഷേത്രം പണിയൂ. ഇപ്പോൾ പണി കഴിഞ്ഞ രാമക്ഷേത്ര പ്രൊജക്റ്റ് തന്നെ നോക്കുക. ഇപ്പോൾ ചെലവ് ചെയ്യുന്ന കോടികളെല്ലാം ടൂറിസത്തിലൂടെ തിരിച്ചു പിടിക്കാം എന്നിടത്താണ് അതിൻ്റെ കച്ചവട യുക്തി. പക്ഷേ അബ്രഹാമിൻ്റെ കാലത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റു വഴികളൊന്നുമില്ല. അബ്രഹാമിൻ്റെ പ്രാർത്ഥന സാധാരണയായി ദൈവം കേൾക്കാറുണ്ട്. കേൾക്കാതിരിക്കുന്നത് എങ്ങനെയാണ്? അവർ തമ്മിലുള്ള ഇടപാട് അങ്ങനെയായിരുന്നു. അബ്രഹാം വിളിക്കും, ദൈവം കേൾക്കും, ദൈവം വിളിക്കും, അബ്രഹാം കേൾക്കും. അങ്ങനെ അബ്രഹാമിൻ്റെ ഈ വിളിക്കും ഉത്തരമുണ്ടായി. പുറം നാടുകളിൽ നിന്നും കബയിലേക്ക് തീർത്ഥാടകർ വരാൻ തുടങ്ങി. പൊടുന്നനെ അതൊരു വലിയ പട്ടണമായി മാറി. ഗുരുവായൂർ പോലെ, ബനാറസ് പോലെ, ഇപ്പോൾ അയോധ്യ പോലെ.
കാബയിലെ അനുഷ്ഠാനങ്ങൾ മുഴുവൻ ചിട്ടപ്പെടുത്തിയത് അബ്രഹാമും മകൻ ഇസ്മായിലും കൂടിയായിരുന്നു. അത് പിന്നെ എല്ലാവരും പിന്തുടർന്നു. അബ്രഹാമിൻ്റെ മറ്റൊരു സന്താന പരമ്പര ഇസഹാക്കിലൂടെയായിരുന്നു, അത് നമുക്കറിയാം. ആ പരമ്പരയും കാബയെ ബഹുമാനിച്ചു പോയി. പക്ഷേ നൂറ്റാണ്ടുകൾ കടന്നുപോയപ്പോൾ ഇസ്മായിലിൻ്റെ സന്തതി പരമ്പരകൾ പെറ്റുപെരുകി. അപ്പോൾ അവർക്ക് താമസിക്കാൻ ഈ മെക്ക പോരാതായി. അങ്ങനെയാണ് അവരൊക്കെ വേറെ നാടുകൾ അന്വേഷിച്ച് പോകുന്നത്. പക്ഷെ അവർക്കൊരു പ്രശ്നം നേരിട്ടു. അവർക്ക് ആരാധിക്കാൻ അവരുടെ കബ ഇല്ലാതാകുമല്ലോ. അവരെന്ത് ചെയ്യും? അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ, കാബയിൽ വിഗ്രഹം കല്ലാണല്ലോ, എന്നാൽ പിന്നെ കാബയ്ക്ക് അടുത്ത് കിടക്കുന്ന കല്ലുകളും ദൈവം തന്നെ. ആ ന്യായത്തിൽ ആ കല്ലുകളൊക്കെ പെറുക്കിയാണ് അവർ പുതിയ നാടുകളിലേക്ക് പോയത്. എന്നിട്ട് ഓരോ നാട്ടിലും അത് പ്രതിഷ്ഠിച്ച് ആരാധന തുടങ്ങി. അന്നത്തെ അവരുടെയൊക്കെ പ്രധാനമന്ത്രിമാരായിരിക്കാം ആ പ്രതിഷ്ഠകളൊക്കെ ചെയ്തത് എന്ന് നമുക്ക് ഊഹിക്കാം. അങ്ങനെ അറേബ്യ മുഴുവൻ ചെറിയ ചെറിയ ക്ഷേത്രങ്ങളാൽ നിറഞ്ഞു. ഗുരുവായൂരിലുള്ള ശ്രീകൃഷ്ണ വിഗ്രഹത്തിന് കൂടുതൽ നടവരവുണ്ട് എന്നതുകൊണ്ട് നാട്ടിലുള്ള ലോക്കൽ ശ്രീകൃഷ്ണന്മാർക്ക് ശക്തിക്ക് കുറവ് വരില്ലല്ലോ. എല്ലാ വിഗ്രഹങ്ങൾ തന്നെ ഒന്നുകിൽ എല്ലാം കല്ല് അല്ലെങ്കിൽ എല്ലാം ദൈവം. ആ ന്യായത്തിൽ അറേബ്യ മുഴുവൻ വിഗ്രഹങ്ങളെ ആരാധിക്കാൻ തുടങ്ങി. അപ്പോൾ സമീപവാസികളായ പൗരാണിക ഗോത്രങ്ങളും അവരുടെ ദൈവങ്ങളായ ചാത്തൻ, മുത്തപ്പൻ, മറുത, രക്ഷസ്, പിശാച് എന്നിവയെ വെച്ച് ആരാധിക്കാൻ തുടങ്ങി. അതോടെ ഏകദൈവ വിശ്വാസത്തിൻ്റെ കഥ കഴിയുകയാണ്. കുറേ കാലം കൂടി കഴിഞ്ഞപ്പോൾ മറ്റൊരു സ്ഥിതി കൂടി കാബ ഫേസ് ചെയ്തു. മറ്റു നാടുകളിലുള്ള വിഗ്രഹാരാധകർ കാബ സന്ദർശിക്കാൻ വരുമ്പോൾ അവരുടെ ഒരു വിഗ്രഹം കൂടി കൊണ്ടുവന്ന് കാബയ്ക്ക് ചുറ്റും പ്രതിഷ്ഠിക്കാൻ തുടങ്ങി. വെറുങ്കയോടെ വരുന്നത് ആതിഥ്യ മര്യാദ അല്ലല്ലോ. അങ്ങനെ കാബയ്ക്ക് ചുറ്റും വിഗ്രഹങ്ങൾ നിറഞ്ഞു. അതോടെ ഏകദൈവ വിശ്വാസികൾ, അതായത് അന്നത്തെ ജൂത ജനത കാബ സന്ദർശിക്കാൻ വരാതായി. കാബയിലെ വരുമാനം കുറഞ്ഞു. അപ്പോഴേക്കൊക്കെ ഹാഗറയും ഇസ്മയിലും മരിച്ച് തലമുറകൾ കഴിഞ്ഞിരുന്നു. യമനിൽ നിന്നുള്ള ജർഹൂമി ഗോത്രക്കാരാണ് അപ്പോൾ കാബയുടെ കാവൽക്കാർ. അവർ ഇസ്മയിലിൻ്റെ രണ്ടാം ഭാര്യയുടെ പിന്തുടർച്ചയിൽപ്പെട്ടവരായിരുന്നു. അതിനാൽ മെക്കക്കാർ അവരെ ആദ്യകാലങ്ങളിൽ ബഹുമാനിച്ചു. എന്നാൽ അവരുടെ നിഷ്ഠൂരമായ പ്രവർത്തികൾ മൂലം മെക്കക്കാർ അവരെ ഓടിച്ചുവിട്ടു. പക്ഷെ പോണപ്പോക്കിന് ക്രൂരന്മാരായ ആ ഗോത്രവർഗക്കാർ സംസം കിണർ കുഴിച്ചു മൂടി. ക്രമേണ ആ കിണറിനെ പറ്റിയുള്ള ഓർമ്മകൾ പോലും അവിടെയുള്ള ആളുകളിൽ നിന്നും പോയി. വേറൊരു കൊലച്ചതി കൂടി ഈ ഗോത്രം ചെയ്തു വെച്ചിരുന്നു. എന്താണെന്ന് വെച്ചാൽ, അവരുടെ ഗോത്രമുഖ്യൻ സിറിയയിൽ നിന്ന് വരുമ്പോൾ ഒരു ദൈവത്തെ കൂടി കൊണ്ടുപോകുന്നു. എന്നിട്ട് ആ ദൈവത്തെ കാബയിൽ പ്രധാനപ്പെട്ട ഒരിടത്ത് പ്രതിഷ്ഠിച്ച് പ്രധാനപ്പെട്ട വിഗ്രഹമാക്കി മാറ്റി. ആ ദൈവത്തിൻ്റെ പേരാണ് ഹുബാൽ. അക്കാലത്ത് മൊത്തം 360 വിഗ്രഹങ്ങൾ കബയിലുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ദൈവമായി ഈ ഹുബാൽ മാറുകയാണ്. അബ്രഹാമിനോട് പണ്ട് ദൈവം പറഞ്ഞിരുന്നത്, നിനക്ക് ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ അത്രയ്ക്കും കുട്ടികളെ തരും, അവർ ഭൂമി മുഴുവൻ പെറ്റുപെരുകും എന്നൊക്കെയാണ്. ദൈവത്തിൻ്റെ ആ ആഗ്രഹത്തിനനുസരിച്ച് അബ്രഹാം പണിയെടുത്തു. ഇഷ്ടംപോലെ സന്തതികളുണ്ടായി. അവർ പല പല ഗോത്രങ്ങളായി പിരിഞ്ഞു. അതിൽ ഒരു ഗോത്രമായിരുന്നു ഖുറൈശികൾ. AD 400 അതായത് ഇന്നേക്കൊരു 1623 വർഷം മുമ്പ് കാബയുടെ അധികാരം ഖുറൈശി ഗോത്രത്തിന് കിട്ടി. പണ്ട് അധികാരം കിട്ടാൻ ഗോത്രങ്ങൾ തമ്മിലുള്ള വിവാഹം മതിയായിരുന്നു. ഖുറൈശി വംശത്തിലെ ഹുസൈ എന്ന ഒരു നേതാവ് ഹുസ വംശത്തിലെ പെണ്ണിനെ കെട്ടി. അപ്പോൾ ഹുസ ഗോത്രത്തിൻ്റെ കൈവശമിരുന്ന കാബയുടെ അധികാരിയായി മാറി. അത്രയ്ക്കേ ഉള്ളൂ അതിൻ്റെ കാര്യം. ഇനിയുള്ള കുറേ വിശേഷങ്ങൾ നമ്മൾ സ്കിപ്പ് ചെയ്ത് കളയുകയാണ്. ഈ വംശ പരമ്പരയിൽപ്പെട്ട ഹാഷിമിലേക്ക് നമ്മൾ എത്തുകയാണ്. ഹാഷിമിനായിരുന്നു മെക്കയിലേക്ക് വരുന്ന തീർത്ഥാടകർക്ക് ആതിഥ്യം മരുളാനുള്ള അവകാശം ലഭിച്ചിരുന്നത്. അതുമുതലുള്ള കഥ ഇനി പറഞ്ഞാൽ മതി. ഹാഷിം അറേബ്യയിൽ എല്ലായിടത്തും ആദരിക്കപ്പെട്ട വ്യക്തിയാണ്. മക്കയിൽ നിന്നും പുറപ്പെടുന്ന 2 വാണിജ്യ യാത്രകൾ അദ്ദേഹം തുടങ്ങി എന്ന് പറയപ്പെടുന്നു. അറേബ്യയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ള, അതായത് മുന്തിരിക്കപ്പാതയിലൂടെയുള്ള വേനൽക്കാല യാത്രകൾ. ഇത് ഇൻസെൻസ് റൂട്ട്. ഈ യാത്രക്കിടയിൽ ഒരു ഇടപ്പായയുണ്ട്, യസ്രിബ് എന്ന മരുപ്പച്ച. മദീനയുടെ പഴയ പേരാണ് യസ്രിബ്. മക്കയിൽ നിന്നും ഒരു ഒട്ടകം 11 ദിവസം സഞ്ചരിക്കണം അവിടെ എത്തണമെങ്കിൽ. അവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അവിടെ സ്ത്രീകൾക്കാണ് വില. മാതൃകേന്ദ്രീകൃത കുടുംബ വ്യവസ്ഥ. ഹൈല എന്ന് വിളിപ്പേരുള്ളൊരു മുത്തശ്ശിയാണ് അവരുടെ ഗോത്ര നേതാവ്. പെണ്ണുങ്ങൾ പറയുന്നത് മാത്രമേ അവിടെ നടക്കൂ. 2 ഗോത്രങ്ങളാണ് അവിടെ പ്രധാനം, ഹൗസും ഹൗസ്രച്ചും.
ഹസ്രജ് ഗോത്രത്തിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തി സൽമ എന്ന പെൺകുട്ടിയായിരുന്നു. ഹാഷിം കച്ചവടത്തിനായി പോകുമ്പോൾ മരുപ്പച്ചയിൽ ചെന്ന് റെസ്റ്റ് ചെയ്യും. അതിനിടയിൽ സൽമയെ കണ്ടു, മോഹിച്ചു, വിവാഹാഭ്യർത്ഥന നടത്തി. ഹാഷിമിനെ സൽമയ്ക്ക് കേട്ടറിവുണ്ട്. കാബയിലെ തീർത്ഥാടകരെ അന്നമൂട്ടുന്ന സുമുഖനായ ചെറുപ്പക്കാരനാണ് ഹാഷിം എന്നവൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ മെക്കയിൽ സ്ത്രീകളുടെ നില ശരിയല്ല. മദീനയിലുള്ള സ്റ്റാറ്റസ് മെക്കയിലില്ല. അതവൾക്ക് നന്നായി അറിയാം. അതുകൊണ്ട് അവൾ വിവാഹത്തിന് ചില നിബന്ധനകൾ വെച്ചു. വിവാഹം കഴിഞ്ഞാൽ കുടുംബജീവിതത്തിൽ ഉള്ള കാര്യങ്ങളുടെ മൊത്തം ചുമതല അല്ലെങ്കിൽ നിയന്ത്രണം എനിക്ക് മാത്രമായിരിക്കും. ഹാഷിം കല്യാണത്തിനുള്ള എല്ലാ നിബന്ധനകളും സമ്മതിച്ചു. അവർക്കൊരു കുട്ടി ഉണ്ടായി. കുട്ടിക്ക് ഷൈബ എന്ന് പേരിട്ടു. കുട്ടി ഉണ്ടായപ്പോൾ സൽമ മറ്റൊരു നിബന്ധന വെച്ചു. ഈ കുട്ടി എന്നോടൊപ്പം വളരും, മക്കയിലേക്ക് വരില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ മുഹമ്മദ് ജനിക്കുന്നതിന് മുമ്പുള്ള മദീനയെപ്പറ്റി ഒന്ന് അത്ഭുതപ്പെടാതെ ഈ കഥ മുന്നോട്ട് പോകില്ല. സ്ത്രീകൾക്ക് ഇത്രയ്ക്കധികം അവകാശങ്ങളും അധികാരങ്ങളും ഉണ്ടായിരുന്ന ഒരു സ്ഥലം. ആ സ്ഥലത്ത് മുഹമ്മദിന് ശേഷം സ്ത്രീകളുടെ നില 2-3 വർഷം മുമ്പാണ് സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ പോലും അവിടെ അനുവാദം കൊടുത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹാഷിമിൻ്റെയും സൽമയുടെയും ജീവിതയാത്ര അധികകാലം നീണ്ടു നിന്നില്ല. ഹാഷിം ഒരു യാത്രികനായിരുന്നല്ലോ. പൊടുന്നനെ മരിച്ചു. ഹാഷിമിന് കുറച്ച് സഹോദരന്മാരുണ്ടായിരുന്നു. അതിൽ പ്രധാനിയായിരുന്നു മുത്തലിബ്. ഹാഷിം മരിച്ചപ്പോൾ മുത്തലിബിനായി മക്കയുടെ ചുമതല. ഹാഷിമിന് മക്കൾ ഒരുപാടുണ്ട്. പക്ഷെ ആരും സൽമയുടെ മകൻ ഷൈബയോടൊപ്പം വരില്ല. ഹാഷിമിൻ്റെ പിൻഗാമിയായി ഷൈബയെ വാഴിക്കാൻ മുത്തലിബ് തീരുമാനിച്ചു. പക്ഷേ സൽമയും ഹാഷിമും യസ്രിബ് മരുപ്പച്ചയിലല്ലേ, ഒരൊട്ടകം 11 ദിവസം സഞ്ചരിക്കുന്ന ദൂരത്ത്. മുത്തലിബ് അങ്ങോട്ട് പുറപ്പെട്ടു. സൽമയെ കണ്ടു. പക്ഷേ സൽമ മകനെ മക്കയിലേക്ക് പറഞ്ഞയക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിന്നു. ഹാഷിമിനെ കല്യാണം കഴിക്കുന്ന കാലത്ത് തന്നെ പറഞ്ഞ കാര്യമാണ് മകനെ മക്കയിലേക്ക് വിടില്ല എന്ന്. എന്നാൽ മുത്തലിബ് നല്ലൊരു കമ്മ്യൂണിക്കേറ്ററായിരുന്നു. മെക്കയിൽ വന്നാൽ ഭാവിയിൽ കാബയുടെ നേതൃത്വം തന്നെ സൽമയുടെ മകനായിരിക്കും ലഭിക്കുക എന്ന ഓഫറിൽ സൽമ വീണു. പിന്നൊന്നും നോക്കിയില്ല. പിടിച്ച പിടി. ഷൈബയെയും കൂട്ടി മുത്തലിബ് മക്കയിലെത്തി. സുന്ദര കോമളനായ അതീവ സുഭകനായ ഒരു ചെറുപ്പക്കാരൻ ഒരു ഒട്ടകപ്പുറത്ത് മുത്തലിബിൻ്റെ പിന്നിലിരുന്ന് വരുന്ന കാഴ്ചയാണ് പിന്നീട് മക്കക്കാർ കാണുന്നത്. അവർ വിചാരിച്ചു ആ സുന്ദരൻ മുത്തലിബിൻ്റെ അടിമയാണെന്ന്. അറബി ഭാഷയിൽ അടിമയെ പറയുക അബ്ദുൾ എന്നാണ്. അവർ ഷൈബയെ വിളിച്ചു അബ്ദുൾ മുത്തലിബ്, മുത്തലിബിൻ്റെ അടിമ. മുത്തലിബ് ഇത് കേട്ട് പ്രകോപിതനായി. എല്ലാവരും വിളിച്ചു പറഞ്ഞു, തെറ്റിദ്ധരിക്കരുത്, ഇവൻ നമ്മുടെ ഹാഷിമിൻ്റെ പ്രിയപുത്രനാണ്. ഇവനെ ഞാൻ യസ്രിബിൽ നിന്ന് കൊണ്ടുവരികയാണ്. നാളെ മക്കയെ ഭരിക്കാനുള്ളവനാണിവൻ. പേര് ഷൈബ, അല്ലാതെ എൻ്റെ അടിമയല്ല. ഹാഷിമിൻ്റെ മകനാണെന്ന് അറിഞ്ഞപ്പോൾ നാട്ടുകാർക്ക് അവനെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഷൈബ എന്ന പേര് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ തുടർന്നും അബ്ദുൾ മുത്തലിബ് എന്ന് മാത്രമേ ഷൈബയെ വിളിച്ചുള്ളൂ. എന്തുകൊണ്ടാണാവോ? ഈ അബ്ദുൾ മുത്തലിബ് പിന്നീട് മക്കക്കാരുടെ പ്രിയങ്കരനായി മാറുന്നതാണ് നമ്മൾ കാണുന്നത്. കാലം മുന്നോട്ട് പോയി. മുത്തലിബ് മരിച്ചു. അതോടെ മക്കയിലേക്ക് വരുന്ന തീർത്ഥാടകരെ അന്നമൂട്ടുന്ന ചുമതല അബ്ദുൾ മുത്തലിബിനായി. അദ്ദേഹം ആ കർമ്മം പൂർവികർ ചെയ്തതിനേക്കാൾ ഭംഗിയായി നിർവഹിച്ചു. കബ എന്ന ദേവാലയത്തിൻ്റെ ഉള്ളിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഹിജ്റയിൽ ഇസ്മയിൽ എന്ന ഒരു ഇടനാഴി ഉണ്ടത്രേ. ഇസ്മായിലിൻ്റെയും ഹഗറിൻ്റെയും കബറിടമാണിത്. അബ്ദുൾ മുത്തലിബ് അധിക സമയം അവിടെയാണ്. അവിടെ ഒരു വിരിപ്പ് വിരിച്ച് വിശ്രമിക്കുക, അവിടെ കിടന്ന് ഉറങ്ങുക അദ്ദേഹത്തിൻ്റെ പതിവാണ്. ഒരു ദിവസം ഒരു ശാന്തഗംഭീര രാത്രിയിൽ അബ്ദുൾ മുത്തലിബ് അവിടെ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു നിഴൽ രൂപം അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നു. മുത്തലിബ് ഞെട്ടി എഴുന്നേറ്റ് ഉടൻ നിഴൽ രൂപം ഒരൊറ്റ ആജ്ഞയാണ്, അബ്ദുൾ മുത്തലിബേ, നീ തെളിച്ചമുള്ളത് കുഴിച്ചെടുക്കുക. മുത്തലിബിനാകെ കൺഫ്യൂഷനായി. തെളിച്ചമുള്ളത് കുഴിച്ചെടുക്കുകയോ? എന്താണ് നിഴലെ നീ പറയുന്ന ആ തെളിച്ചം? പക്ഷേ നിഴൽ മറുപടി പറയുന്നില്ല. അത് പൊട്ടുന്നതന്നെ അപ്രത്യക്ഷമായി. കാരണം അത് നിഴലാണല്ലോ. പിറ്റേ ദിവസം അബ്ദുൾ മുത്തലിബ് അവിടെ തന്നെ കിടന്നു. മുത്തലിബ് ഉദ്ദേശിച്ചതുപോലെ അല്ലെങ്കിൽ പ്രതീക്ഷിച്ചതുപോലെ നിഴൽ പിന്നെയും വന്നു. എന്നിട്ട് പറഞ്ഞു, അനുഗ്രഹധാരയെ കുഴിച്ചെടുക്കുക. വീണ്ടും കുറച്ചുകൂടി കൺഫ്യൂഷൻ ഉണ്ടാക്കി കൊടുത്ത് നിഴൽ വീണ്ടും അപ്രത്യക്ഷമായി. മൂന്നാമത്തെ രാത്രി നിഴൽ വീണ്ടും വന്നു. അപ്പോൾ മുത്തലിബിനോട് പറഞ്ഞത് നിധിശേഖരത്തെ കുഴിക്കുക എന്നായിരുന്നു. എന്നാൽ 4-ാം ദിവസം നിഴൽ കൃത്യമായി കാര്യം പറഞ്ഞു, സംസം കുഴിക്കുക. അബ്ദുൾ മുത്തലിബ് ആകെ ടെൻഷനായി. എന്താണ് ഈ സംസം? അബ്ദുൾ മുത്തലിബിന് സംസം എന്താണെന്നറിയില്ല.
സംസം കിണർ അവിടെ ഉണ്ടായിരുന്ന കാര്യവും അത് മൂട്ടിയ കാര്യവും ഒക്കെ നമുക്കല്ലേ അറിയൂ. നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ അവിടെയുള്ളവർ അത് മറന്നുപോയി. അബ്ദുൽ മുത്തലിബ് നിഴലിനോട് നിഷ്കളങ്കമായി തന്നെ ഈ കാര്യം ചോദിച്ചു, എന്താണ് സംസം? നിഴൽ അതിന് കവിത പോലെ മറുപടി പറഞ്ഞു, നീ അവളെ ഉഴുതെടുക്കുക, നിനക്ക് ഖേദിക്കേണ്ടി വരില്ല. നിന്റെ മഹാനായ പിതാമഹനിൽ നിന്ന് നിനക്ക് ലഭിക്കുന്ന അനന്തരാവകാശമാണത്. അവൾ ഒരിക്കലും പറ്റില്ല. എക്കാലവും അവൾ തീർത്ഥാടകരുടെ ദാഹം തീർത്തുകൊണ്ടിരിക്കും. കാബയുടെ അടുത്തായി നിനക്കൊരു സ്ഥലം കാണാം. അവിടെ ചോരയും ചാണകവുമുണ്ട്. ഒരു ഉറുമ്പിൻ്റെ കൂടും പ്രാവിൻ്റെ കാഷ്ടവുമുണ്ട്. ഇവിടെ അബ്ദുൽ മുത്തലിബിനുണ്ടായ കൺഫ്യൂഷൻ അല്ല കഥ കേൾക്കുന്ന നമുക്കുള്ളത്. ആ നിഴൽ ഇക്കാര്യം പറയാൻ എന്തിന് 4 ദിവസം പിടിച്ചു? വന്ന ദിവസം തന്നെ പറഞ്ഞു പോകാമായിരുന്നില്ലേ? പോയി കുഴിക്കൂ, സംസം എന്ന് പറഞ്ഞ ഒരു അരുവി ഇവിടെ ഉണ്ടായിരുന്നു, അതിനെ കുഴിച്ചെടുക്കൂ എന്ന് നേരം വണ്ണം പറഞ്ഞാൽ പോരെ. പക്ഷെ പറഞ്ഞില്ല. 4 ദിവസം കൊണ്ടാണ് പറഞ്ഞത്. എന്തുകൊണ്ടായിരിക്കും അത്? കഥകളൊക്കെ ഉണ്ടാക്കുന്നത് ഭാവനാശേഷിയുള്ള മനുഷ്യരാണ്. സസ്പെൻസിലാണ് സൗന്ദര്യം എന്നറിയാവുന്ന ഒരു കഥാകൃത്താണ് ഈ കഥ ഉണ്ടാക്കിയതെന്ന് മാത്രം നമുക്ക് മനസ്സിലാക്കാം. പിറ്റേന്ന് പ്രഭാതത്തിൽ തന്നെ അബ്ദുൽ മുത്തലിബ് കാബയുടെ വടക്കു ഭാഗത്തുള്ള ഇപ്പോൾ ഇറാഖി മൂല എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്ക് പോയി. പിന്നീട് കിഴക്കേ മൂലയിൽ സ്ഥാപിക്കപ്പെട്ട കറുത്ത ശിലയെ ഭക്തിപൂർവ്വം ചുംബിച്ചു. കാബയെ പ്രദക്ഷിണം വയ്ക്കുമ്പോഴെല്ലാം മുത്തലിബിൻ്റെ മനസ്സിൽ നിഴൽ പറഞ്ഞ അടയാളവാക്യങ്ങളായിരുന്നു. ചോരയും ചാണകവും, ഒരു ഉറുമ്പിൻ്റെ കൂടും പ്രാവിൻ്റെ കാഷ്ടവും. അദ്ദേഹം വിദൂരതയിലേക്ക് നോക്കി. ഒരു പക്ഷിയുടെ ചിറകടി ശബ്ദം മരുഭൂമിയിൽ നിന്ന് വരുന്നത് അദ്ദേഹം ശ്രമിച്ചു. മറ്റൊരു പക്ഷി അതാ 100 വേര അകലെയുള്ളൊരു പാറമേലിരിക്കുന്നു. ആ സ്ഥലത്ത് 2 പ്രതിമകളുണ്ട്. ആ 2 പ്രതിമകൾക്കിടയിലാണ് ഖുറൈശികൾ ബലി നടത്തിയിരുന്നത്. കുറേ മക്കളെ ഉണ്ടാക്കുക, 1-2 എണ്ണത്തിന് ബലി കൊടുക്കുക. ഒരു പ്രത്യേക തരം വീക്ക്നെസ് ആയിരുന്നു അക്കാലത്തെ ഖുറൈശികൾക്ക്. ബലിത്തറയായിരുന്നതിനാൽ ആ സ്ഥലത്ത് എപ്പോഴും രക്തക്കറ പുരട്ടിരിക്കും. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അബ്ദുൽ മുത്തലിബ് അവിടെ ചാണകം കണ്ടു. കുറച്ചുകൂടി അവിടേക്ക് അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ അതിനടുത്ത് തന്നെ ഉറുമ്പും കൂടും ഉണ്ടായിരുന്നു. നിഴല് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒത്തിരിക്കുന്നു. ഇനിയൊന്നും നോക്കാനില്ല, കുഴിക്കുക തന്നെ. തെളിച്ചം ഉള്ളത് കുഴിച്ചെടുക്കുക. അബ്ദുൽ മുത്തലിബിന് ഹാരിസ് എന്നൊരു മകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ പ്രായപൂർത്തിയായി മസിലൊക്കെ പെരുപ്പിച്ച് വീട്ടിലുണ്ടായിരുന്നു. മുത്തലിബ് 2 മൺവെട്ടിയെടുത്ത് ഒരെണ്ണം അവന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, വാടാ. 2 പേരും ആ സ്ഥലം കുഴിക്കാൻ തുടങ്ങി. ആളുകൾ ശ്രദ്ധിച്ചു, ഇവർക്കെന്താ ഭ്രാന്തായോ? അബ്ദുൽ മുത്തലിബിനോട് സ്നേഹമുള്ള ജനങ്ങൾ അവിടെ തടിച്ചുകൂടി. എന്നിട്ട് പറഞ്ഞു, ഇത് ബലിപീഠമാണ്, ഞങ്ങൾക്ക് മക്കളെ കൊണ്ടുവന്ന് കൊല്ലാനുള്ള സ്ഥലം. പ്ലീസ് സ്റ്റോപ്പ് ദിസ് ബ്ലാസ്ഫെമി. പക്ഷേ അബ്ദുൽ മുത്തലിബ് ഉണ്ടോ കേൾക്കുന്നു? അയാൾക്ക് നിഴലിനോടൊരു കടപ്പാടുണ്ടല്ലോ. അപ്പനും മകനും നിന്ന് കുഴിക്കൽ തുടർന്നു. മേരിക്കുണ്ടൊരു കുഞ്ഞാട് എന്ന സിനിമയിൽ ബിജുമേനോൻ നിന്ന് കുഴിക്കുന്നത് പോലെ പൊട്ടും തന്നെ അബ്ദുൽ മുത്തലിബിൻ്റെ മൺവെട്ടി ഒരു പാറയിൽ ചെന്ന് മുട്ടി. ആ ശബ്ദം എല്ലാവരും കേട്ടു. ഒരു ജലധാര ഭൂമിക്കടിയിൽ നിന്നും കുതിച്ചു പൊങ്ങി. അപ്പനും മോനും ഭ്രാന്തായി എന്ന് കരുതി അവിടെ നിന്നും പോകാനൊരുങ്ങിയ ആളുകളെല്ലാം തിരിച്ചു വന്നു. എല്ലാവരും പിന്നീടുള്ള പണി പരസ്പരം മത്സരിച്ചങ്ങ് ചെയ്തു. അതിനെ തുടർന്ന് അബ്ദുൽ മുത്തലിബ് വലിയൊരു ഹീറോ ആയി മാറി. പുതിയൊരു പേര് തന്നെ അദ്ദേഹത്തിന് ലഭിച്ചു, സംസമിൻ്റെ വീണ്ടെടുപ്പുകാരൻ എന്ന പദവി. കാര്യം എല്ലാ പദവിയും ലഭിച്ചു, അംഗീകാരങ്ങളും കിട്ടിയെങ്കിലും കുറച്ച് സമയം അദ്ദേഹം ഒന്ന് ഇടറിപ്പോയിരുന്നു. കാരണം ജനങ്ങൾ അദ്ദേഹത്തെ കളിയാക്കി. അദ്ദേഹവും മകനും കൂടി മൺവെട്ടി കൊണ്ട് ബലിപീഠം കുഴിക്കുന്ന സമയം അവിടുത്തെ ജനങ്ങളിൽ ഒരാൾ പോലും അവരോടൊപ്പം കൂടി ഒന്ന് കുഴിക്കാൻ സഹായിച്ചില്ല. 2 പേരും മാത്രമായി നിന്ന് കുഴിക്കേണ്ടി വന്നു. മുത്തലിബ് ഇങ്ങനെ ചിന്തിച്ചു, എനിക്കൊരു മകൻ മാത്രമായതിനാലാണല്ലോ ഈ 2 പേർ മാത്രം നിന്ന് കുഴിക്കേണ്ടി വന്നത്. ഒരു 10-15 മക്കളുണ്ടായിരുന്നെങ്കിൽ എവിടെ വേണമെങ്കിലും ഒരുമിച്ച് കുഴിക്കാമായിരുന്നു. സത്യത്തിൽ മുത്തലിബിന് ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നു, പക്ഷെ ഒറ്റ മകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ താൻ ചെയ്ത ഈ പുണ്യപ്രവൃത്തിയിൽ ദൈവത്തിനുണ്ടായ സന്തോഷം അത് വെച്ച് നോക്കുമ്പോൾ ദൈവം എനിക്ക് കുറേ കുട്ടികളെ തരാതിരിക്കില്ല. പക്ഷെ ദൈവം എന്നെ സഹായിക്കുമ്പോൾ ഞാൻ ദൈവത്തിനും എന്തെങ്കിലും ഓഫർ കൊടുക്കണ്ടേ? ഒരു പാലിടുമ്പോൾ 2 കൂട്ടർക്കും ഉപകാരമുണ്ടാകണ്ടേ? ദൈവം അങ്ങനെ എനിക്ക് വെറുതെ കുട്ടികളെ തരണ്ട. അദ്ദേഹം ദൈവത്തോട് ഇങ്ങനെ ഒരു കരാർ വെച്ചു, എനിക്ക് 10 പുത്രന്മാരുണ്ടായാൽ എല്ലാവരും യൗവന ദൃഢഗാത്രരാകുന്ന കാലത്ത് സുന്ദരനും സുമുഖനുമായ ഒരു പുത്രനെ ഞാൻ ദൈവപ്രീതിക്കായി കാബയിൽ ബലിയർപ്പിക്കുന്നതാണ്. ബലിയെന്ന് കേട്ടാൽ തന്നെ അന്നത്തെ ദൈവത്തിന് കൊതി കയറും. ബലിയാണ് ദൗർബല്യം. ബലിയുടെ ഇന്ത്യൻ പതിപ്പാണ് യാഗം.
അങ്ങോട്ട് കൈക്കൂലി കൊടുത്ത് ഇങ്ങോട്ട് പ്രതിഫലം വാങ്ങുക എന്ന സിമ്പിൾ യുക്തിയാണ് ബലിക്കും യാഗത്തിനുമുള്ളത്. അബ്ദുൽ മുത്തലിബ് ബലി ഓഫർ ചെയ്ത ഉടൻ പ്രതിഫലം കിട്ടി തുടങ്ങി. തുടരെയുള്ള വർഷങ്ങളിൽ 9 പുത്രന്മാർ കൂടി അബ്ദുൽ മുത്തലിബിന് ജനിച്ചു. ടോട്ടൽ 10. അപ്പനും കൂടി ചേർന്നാൽ ഒരു ക്രിക്കറ്റ് ടീമിനുള്ള അത്രയ്ക്കും ആളുകൾ. കുട്ടികളെല്ലാം വളർന്നുകൊണ്ടിരുന്നു. എല്ലാവരും യൗവനത്തിലേക്ക് കാലെടുത്ത് വെച്ചു. അതോടെ അബ്ദുൽ മുത്തലിബിൻ്റെ മനസ്സിൽ ദൈവത്തോടുള്ള കരാർ പാലിക്കണമെന്ന കർത്തവ്യബോധവും പുത്രസ്നേഹവും തമ്മിൽ ഒരു യുദ്ധം നടന്നു. മുത്തലിബിന് ഏറ്റവും ഇഷ്ടം ഇളയവനായ അബ്ദുള്ളയോടായിരുന്നു. ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോകുന്ന ആ കുട്ടിയെ ദൈവത്തിന് കൊടുക്കേണ്ടി വരുമോ എന്നോർത്ത് അദ്ദേഹം നെടുവേർപ്പിട്ടു. പക്ഷേ അബ്ദുൽ മുത്തലിബ് വാക്കുപാലിക്കുന്നവനാണ്. അദ്ദേഹം 10 മക്കളെയും വിളിച്ചവരോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു കരാർ ദൈവവുമായി ഉണ്ട്, നിങ്ങൾ സഹകരിക്കണം. 10 പേരിൽ ഒരാൾ എന്ന് മാത്രമേ. ആരാണെന്ന് അദ്ദേഹം പറഞ്ഞില്ല. അത് നിശ്ചയിക്കുന്നത് ഖുറൈശികളിലെ ജ്യോതിഷിയാകുന്നു. ജ്യോതിഷി വന്ന് നറുക്കെടുത്താണ് ബലിക്ക് നൽകാനുള്ള ആ യുവാവിനെ നിശ്ചയിക്കേണ്ടത്. ജ്യോതിഷം എന്ന തട്ടിപ്പ് ലോകത്തെല്ലായിടത്തും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിതാവിൻ്റെ ആജ്ഞ അനുസരിക്കുകയല്ലാതെ മക്കൾക്ക് അന്ന് മറ്റു മാർഗമില്ല. അന്നൊക്കെ അങ്ങനെയാണ്. വ്യക്തിക്ക് വലിയ വിലയൊന്നുമില്ല, ഗോത്രത്തിനാണ് വില. ഗോത്രം നിശ്ചയിക്കും, വ്യക്തി ആചരിക്കും. ഗോത്രം ഒരു ശരീരമാണെങ്കിൽ വ്യക്തി ഒരു രോമം മാത്രമാണ്. ജ്യോതിഷി 10 പേരിൽ നിന്ന് ഒരാളെ നറുക്കിട്ട് നിശ്ചയിക്കുന്ന സമയം അബ്ദുൽ മുത്തലിബ് കുബാൽ ദൈവത്തിൻ്റെ വിഗ്രഹത്തിൻ്റെ അരികെ ഒരു കഠാരയും പിടിച്ച് അചഞ്ചലനായി നിന്നു. അദ്ദേഹത്തിൻ്റെ പ്രിയപുത്രനായ അബ്ദുള്ളയ്ക്കാണ് നറുക്ക് വീണത്. ആ സമയം ധാരാളം ജനങ്ങൾ കാബയ്ക്ക് ചുറ്റും ഒത്തുകൂടി. പുത്രനെ ബലി നൽകാൻ പോകുന്ന കാര്യം മുത്തലിബ് ഭാര്യമാരെ ആരെയും അറിയിച്ചിരുന്നില്ല. അബ്ദുള്ളയുടെ അമ്മയായ ഫാത്തിമയോട് പോലും അറിയിച്ചില്ല. പക്ഷേ അവരെല്ലാം കേട്ടറിഞ്ഞ് അവിടെ എത്തി. അബ്ദുൽ മുത്തലിബിന് ഫാത്തിമയിൽ 3 പുത്രന്മാരും 5 പുത്രിമാരും ഉണ്ടായിരുന്നു. ഫാത്തിമ മറ്റു ഭാര്യമാരെ പോലെ ആയിരുന്നില്ല. സ്ത്രീകൾക്ക് സ്വത്തും പിന്തുടർച്ചാവകാശവുമുള്ള മഖ്സൂം കുലത്തിലെ സ്വന്തം അഭിപ്രായമുള്ള സ്ത്രീയായിരുന്നു ഫാത്തിമ. അവർ ഈ ബലിയെ എതിർത്തു. മുത്തലിബിൻ്റെ മറ്റു ഭാര്യമാരും ഫാത്തിമയോടൊപ്പം ഇക്കാര്യത്തിൽ ചേർന്നു. ബലിയുടെ സമയമായപ്പോൾ മുത്തലിബ് ഒരു കയ്യിൽ കഠാരയുമായി അബ്ദുള്ളയുടെ കയ്യും പിടിച്ച് ബലിത്തറയിലേക്ക് നീങ്ങുകയാണ്. ജനക്കൂട്ടത്തിൽ നിന്നൊരാൾ വിളിച്ചു ചോദിച്ചു, എന്തിനാണ് ആ കഠാര? അതോടെ മറ്റുള്ളവരും അത് ഏറ്റുപിടിച്ചു. മനുഷ്യരെ ബലി നൽകുന്ന പുരാതന കിരാത സമ്പ്രദായത്തിനെതിരെ മനുഷ്യർ തന്നെ പ്രതികരിക്കുകയായിരുന്നു. മുത്തലിബ് തൻ്റെ പ്രതിജ്ഞയെക്കുറിച്ച് നാട്ടുകാരോട് പറയാൻ തുടങ്ങുമ്പോൾ തന്നെ ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞു, വേണ്ട, നീ അവനെ കുരുതി കൊടുക്കരുത്. അതിനുവേണ്ടി നമുക്ക് മറ്റെന്തെങ്കിലും ബലി കൊടുക്കാം. മഖ്സൂം ഗോത്രത്തിലെ മുഴുവൻ സമ്പാദ്യവും ഞങ്ങൾ ദൈവത്തിന് നൽകാം. മനുഷ്യനെ ബലി നൽകുന്നത് നമുക്ക് അവസാനിപ്പിക്കാം. അതോടെ അതുവരെ ഒന്നും പറയാതിരുന്ന മറ്റു സഹോദരന്മാരും പ്രതിഷേധ സ്വരങ്ങൾ ഉയർത്തി. മുത്തലിബ് ആകെ കൺഫ്യൂഷനിലായി. ദൈവത്തോടുള്ള പ്രതിജ്ഞ ഒരിടത്ത്, ജനങ്ങളുടെ പ്രതിഷേധം മറ്റൊരു വശത്ത്. വാട്ട് ക്യാൻ ഐ ഡു? മനുഷ്യ ചരിത്രത്തിൽ ഓരോ ഗോത്രങ്ങളിൽ നിന്നും മനുഷ്യബലി എങ്ങനെയാണ് ഇല്ലാതായത് എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അബ്ദുള്ളയ്ക്ക് പകരമായി എന്ത് പ്രായശ്ചിത്തമാണ് ദൈവത്തിന് ഞാൻ നൽകേണ്ടത്? അപ്പോൾ ഒരാൾ പറഞ്ഞു, യസ്രിബ് മരുപ്പച്ചയിൽ ജ്ഞാനിയായ ഒരു വന്ധ്യവയോധികയുണ്ട്. അവർക്ക് പ്രായശ്ചിത്തം എന്തെന്ന് നിശ്ചയിക്കാൻ കഴിയും. ഇവിടെ നമ്മൾ വീണ്ടും ശ്രദ്ധിക്കേണ്ടത് മുഹമ്മദിന് മുമ്പ് സ്ത്രീകൾക്ക് അറേബ്യയിലുണ്ടായിരുന്ന വിലയാണ്. മുഹമ്മദിൻ്റെ ആശയങ്ങൾക്ക് ശേഷമാണോ സ്ത്രീ വെറും ലൈംഗിക ഉപകരണമായി മാറുന്നത് എന്നത് പഠിക്കേണ്ടവർക്ക് പഠിക്കാവുന്നതാണ്. മുത്തലിബ് അബ്ദുള്ളയെയും മറ്റ് 2 പുത്രന്മാരെയും കൂട്ടി യസ്രിബ് മരുപ്പച്ചയിലെത്തി. കഷ്ടകാലത്തിന് ജ്ഞാനിയായ ആ സ്ത്രീ അവിടെ നിന്നും 100 മൈൽ അകലെയായിരുന്നു. ഖൈബർ എന്നായിരുന്നു അവർ പോയ ആ സ്ഥലത്തിൻ്റെ പേര്. ഫലഭൂയിഷ്ടമായ ഖൈബർ സമ്പന്നരായ ജൂതന്മാരുടെ അധിവാസ കേന്ദ്രമായിരുന്നു. ഖൈബറിനെ പറ്റി ഒരുപാട് പറയാനുണ്ട്, അതിലേക്ക് പിന്നീട് വരാം. മുത്തലിബും മക്കളും ഖൈബറിലേക്ക് വെച്ചുപിടിച്ചു. ജ്ഞാനിയായ ആ സ്ത്രീയെ അവിടെ വെച്ച് കണ്ടെത്തി. വിവരങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞാൻ എൻ്റെ മൂർത്തിയോടൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ നാളെ രാവിലെ വരിക, അപ്പോഴേക്കും പരിഹാരവചനം വെളിപ്പെടും. രാവിലെ തന്നെ മുത്തലിബും മക്കളും എത്തി. ആ സ്ത്രീ പറഞ്ഞു, പരിഹാരവചനം എന്നിലേക്ക് വന്നിരിക്കുന്നു. എന്താണ് നിങ്ങളുടെ അടുത്ത് ചുവന്ന് തുടുത്തതായിട്ടുള്ളത്? മുത്തലിബ് പറഞ്ഞു, 10 ഒട്ടകങ്ങളുണ്ട്. എങ്കിൽ നിങ്ങൾ നാട്ടിലേക്ക് പോകുക, അബ്ദുള്ളയെയും 10 ഒട്ടകങ്ങളെയും ചേർത്ത് നറുക്കിടുക. വീണ്ടും അബ്ദുള്ളയ്ക്കാണ് നറുക്ക് വീഴുന്നതെങ്കിൽ
10 ഒട്ടകങ്ങളെ കൂടെ കൂട്ടിച്ചേർത്ത് വീണ്ടും നറുക്കെടുക്കുക. അങ്ങനെ ആവർത്തിക്കുക. നറുക്ക് ഒട്ടകങ്ങൾക്കെതിരെ വീഴും വരെ ഇത് ആവർത്തിക്കുക. നറുക്കങ്ങനെ ഒട്ടകങ്ങൾക്കെതിരെ വീഴുന്ന സമയം എത്ര ഒട്ടകങ്ങളാണ് നറുക്കെടുപ്പിൽ പങ്കെടുത്തിട്ടുള്ളത് എന്ന് എണ്ണി നോക്കി അത്രയും ഒട്ടകങ്ങളെ അബ്ദുള്ളയ്ക്ക് പകരം ബലി നൽകിയാൽ മതി. പരിഹാരവചനവുമായി സന്തോഷത്തോടെ മുത്തലിബും മക്കളും ഹൈബറിൽ നിന്നും മദീന വഴി മക്കയിലേക്ക് തിരിച്ചെത്തി. തുടർന്ന് ആവേശകരമായ നറുക്കെടുപ്പ് നടന്നു. 10 ഒട്ടകവും അബ്ദുള്ളയും ആണ് ആദ്യം നറുക്കേണ്ടത്. അപ്പോഴും നറുക്ക് അബ്ദുള്ളയ്ക്കെതിരെ വീണു. അപ്പോൾ 20 ഒട്ടകങ്ങളെ നിർത്തി വീണ്ടും നറുക്കെടുത്തു. വീണ്ടും അബ്ദുള്ള തന്നെ പെട്ടു. അങ്ങനെ 10 തവണ ആവർത്തിച്ചു. 100 ഒട്ടകങ്ങളും അബ്ദുള്ളയും എന്ന നിലയായി. അപ്പോഴാണ് അബ്ദുള്ള രക്ഷപ്പെട്ടത്. നറുക്ക് ഒട്ടകങ്ങൾക്കെതിരെ വീണു. പക്ഷെ അതുകൊണ്ട് മുത്തലിബ് നിർത്തിയില്ല. പ്രശ്നപരിഹാരത്തിന് അങ്ങനെ ഒരു നറുക്ക് പോരാ, വീണ്ടും 2 തവണ കൂടി നറുക്കിട്ട് അപ്പോഴൊക്കെയും ഒട്ടകത്തിനെതിരെ നറുക്ക് വീണപ്പോഴാണ് ദൈവത്തിന് ഒട്ടകങ്ങളെ ഇഷ്ടമാണ് എന്ന് മുത്തലിബിന് തോന്നിയത്. അങ്ങനെ ഒട്ടകങ്ങൾ പെട്ടു, അബ്ദുള്ള രക്ഷപ്പെട്ടു. മനുഷ്യൻ്റെ ബലിരക്തം വളരെയേറെ ഇഷ്ടപ്പെടുന്ന ആ സ്നേഹസമ്പന്നനായ ദൈവത്തിൽ നിന്നും മകൻ രക്ഷപ്പെട്ടപ്പോൾ അബ്ദുൽ മുത്തലിബിനൊരാഗ്രഹം, ഇനി എൻ്റെ മകന് ഒരു ഇണ വേണം. ഇടം വലം നോക്കിയപ്പോൾ സഹഗോത്ര തലവനായിരുന്ന വഹബിൻ്റെ മകൾ ആമിന നവയൗവനവും കഴിഞ്ഞ് നാൾ തോറും വളർന്നുകൊണ്ടിരിക്കുന്നു. വഹബ് മരിച്ചു പോയിരുന്നു. ഉഹബ് എന്ന സഹോദരനാണ് ഇപ്പോൾ ഗോത്രമുഖ്യൻ. ഉഹബിന് ഹാല എന്ന ഒരു മകൾ കൂടി അവിടെ പുര നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അബ്ദുള്ളയുടെ ആമിനയുമായുള്ള വിവാഹാലോചന ഉറപ്പിച്ചു. എന്തായാലും മോൻ ഒരു പെണ്ണ് കെട്ടുകയാണ്. അവിടെയാണെങ്കിൽ വേറൊരു പെണ്ണും കൂടി വെറുതെ നിൽപ്പുമുണ്ട്. പാവം, അവൾക്ക് എന്ത് തോന്നും? ആമിനയെ അബ്ദുള്ള കെട്ടുന്ന ആ ഗ്യാപ്പിൽ ഹാലയെ താനും കെട്ടാമെന്നൊരു ഐഡിയ അബ്ദുൽ മുത്തലിബിന് തോന്നി. കല്യാണ ചിലവ് കുറയ്ക്കാലോ എന്ന് കരുതിയാണ്. പെണ്ണ് കെട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടൊന്നുമല്ല. ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഹൃദയം വിശാലമാക്കിയാൽ ദൈവം നിങ്ങളുടെ ഖബർ വിശാലമാക്കി തരും. ഉഹൈബ് 2 കല്യാണാലോചനകളും അംഗീകരിച്ചു. നല്ലൊരു ദിവസം നോക്കി നടത്താമെന്ന് വാക്കു കൊടുക്കുകയും ചെയ്തു. ഇക്കാലത്ത് കാബയ്ക്കുള്ളിൽ നിറച്ചും വിഗ്രഹങ്ങളായിരുന്നു എന്ന് നമ്മൾ മുമ്പേ സൂചിപ്പിച്ചിട്ടുണ്ട്. അതെങ്ങനെ സംഭവിച്ചു എന്നാണെങ്കിൽ, തീർത്ഥാടകർ വരുമ്പോൾ അവരുടെ ഓരോ സ്വന്തം കുടുംബദൈവങ്ങളെ കൊണ്ടുവരും. എന്നിട്ട് കാബയിൽ എവിടെയെങ്കിലും പ്രതിഷ്ഠിച്ചു പോകും. ആതിഥേയ മര്യാദ മൂലം മക്കയുടെ സൂക്ഷിപ്പുകാരായ ഖുറൈശി ഗോത്രക്കാർ മറത്തൊന്നും പറയാറുമില്ല. അങ്ങനെ കാബ നിറച്ച് വിഗ്രഹങ്ങളായി. അതിൽ ചില വിഗ്രഹങ്ങൾ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. ഉദാഹരണത്തിന് ഹുബാലിൻ്റെ വിഗ്രഹം, മറ്റൊന്ന് മൊബൈത്ത് എന്ന വിഗ്രഹം. അതിന് ഭയങ്കര ശക്തിയാണ്. അധ്യാത്മ പ്രഭാവത്തിൻ്റെ ആൾരൂപമായിരുന്നു മൊബൈത്ത്. അതിനെ വിശേഷിപ്പിച്ചിരുന്നത് വർക്കത്ത് എന്നായിരുന്നു. കാരണം ആര് തൊഴുതാലും ഉദ്ദിഷ്ടകാര്യം നിറവേറും. അതാണ് ഈ വർക്കത്ത്. ഇവിടെ ആളുകൾ പറയാറുണ്ടല്ലോ, നമ്മൾ മലയാളികൾ, നല്ല വർക്കത്തുള്ള കാര്യമാണ് എന്ന്. ഇതിൻ്റെയൊക്കെ ഒറിജിൻ അവിടെയാണ് കിടക്കുന്നത്. മക്കയിലെ കാബയിൽ മാത്രമല്ല, അറേബ്യയിൽ നിറച്ച് വിഗ്രഹങ്ങൾ തന്നെയായിരുന്നു. ഇന്ത്യയെ പോലെ ഏറെ പ്രശസ്തമായിരുന്നു ഹിജാസ് എന്ന സ്ഥലത്തെ ദേവാലയത്തിലുണ്ടായിരുന്ന 3 ദേവതകൾ, ലാത്ത, ഉസ്സ, മനാത്ത. ദൈവത്തിൻ്റെ പെൺമക്കളാണെന്നാണ് അറബികൾ അവരെ പറ്റി കരുതിയിരുന്നത്. ചെങ്കടൽ തീരത്തെ ഹുദൈദ് ക്ഷേത്രത്തിലായിരുന്നു മനാത്ത എന്ന ദേവത. അബ്ദുൽ മുത്തലിബ് യസിബ് എന്ന അല്ലെങ്കിൽ മദീനയിൽ നിന്ന് വന്ന ആളാണെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അബ്ദുൽ മുത്തലിബ് മനാത്തയെ ചെറുപ്പത്തിൽ ആരാധിച്ചിരുന്നു. മക്കയിൽ നിന്നും തെക്കു ഭാഗത്തേക്ക് ഒരു ദിവസം ഒട്ടകം എക്സ്പ്രസ്സിൽ നമ്മൾ യാത്ര ചെയ്താൽ നഗ്ല താഴ്വരയിലെത്താം. അവിടെ ഉണ്ടൊരു ക്ഷേത്രം. അവിടെയാണ് അവിടെ നിന്ന് ഒരു ദിവസം കൂടി യാത്ര ചെയ്താൽ ത്വാഫിലെത്താം. ലാത്തയാണ് ആ ക്ഷേത്രത്തിലെ ദേവത, ത്വാഫിൻ്റെ വനിത എന്ന് പറയുന്നു. ഇങ്ങനെ ക്ഷേത്രവിശ്വാസികളാലും വിഗ്രഹ ആരാധനക്കാരാലും അറേബ്യ നിറഞ്ഞു കവിഞ്ഞ കാലം. അന്നും വളരെ കുറച്ചു പേർ അബ്രഹാമിൻ്റെ വഴിയെ ഏകദൈവ വിശ്വാസവുമായി സഞ്ചരിച്ചു. അവർ ന്യൂനപക്ഷമായിരുന്നു. ഇന്നത്തെ യുക്തിവാദികളുടെ അത്രയ്ക്ക് എണ്ണം പോലും അവർ ഉണ്ടായിരുന്നില്ല. ഏകദൈവത്തിൽ മാത്രം അവർ വിശ്വസിച്ചു. അതുകൊണ്ട് അവരെ ഹനീഫുകൾ എന്ന് വിളിച്ചു. അവർ വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്നില്ല. ഇന്നത്തെ യുക്തിവാദികളുമായി അവർക്കുള്ള വ്യത്യാസം വളരെ കുറവായിരുന്നു. ഹനീഫുകൾ ഒരു ദൈവത്തിൽ മാത്രം വിശ്വസിച്ചു. യുക്തിവാദികൾ അവർ വിശ്വസിക്കുന്ന ആ ദൈവത്തെ കൂടി തള്ളിക്കളഞ്ഞു. അത്രയ്ക്ക് ചെറിയ വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഏകദൈവ വിശ്വാസികൾ ഏറ്റവും കൂടുതൽ അടുപ്പം കാണിക്കേണ്ടത് നിരീശ്വരവാദികളോട് ആണ് എന്ന് വീണ്ടും വീണ്ടും പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ചെറുപ്പത്തിൽ വിഗ്രഹാരാധന ഉണ്ടായിരുന്നെങ്കിലും പ്രായമായപ്പോൾ അബ്ദുൽ മുത്തലിഫും ഒരു ഏകദൈവ വിശ്വാസിയായി മാറി. അറേബ്യയിൽ 4 പേര് മാത്രമേ മുത്തലിഫിൻ്റെ അറിവിൽ ഏകദൈവ വിശ്വാസികളായി അക്കാലത്തുണ്ടായിരുന്നുള്ളൂ. ഒരാൾ പുള്ളിയുടെ ബന്ധുവായിരുന്നു, പേര് വറഫ. ഈ വറഫയ്ക്ക് ഏറെ അടുപ്പമുള്ളൊരു സഹോദരി ഉണ്ടായിരുന്നു, ഹുദൈല.
അവളായിരുന്നു രണ്ടാമത്തെ ഏകദൈവ വിശ്വാസി. പിന്നെ രണ്ടാളും കൂടി ഉണ്ടായിരുന്നു. ഈ ദൈവവിശ്വാസികൾക്ക് കോമണായി അക്കാലത്ത് ഒരു അന്ധവിശ്വാസം ഉണ്ടായിരുന്നു. ഒരു പ്രവാചകൻ അവതരിക്കും, ആ പ്രവാചകൻ ഈ വിഗ്രഹാരാധകരെ മുഴുവൻ പൊളിച്ചടക്കും, ഈ ജനങ്ങളെ മുഴുവൻ ഏകദൈവ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരും. ഇനി നമുക്ക് കല്യാണത്തിലേക്ക് വരാം. അബ്ദുൾ മുത്തലിബും അബ്ദുള്ളയും കൂടി കല്യാണം കഴിക്കാനായി യാത്ര തിരിച്ചു. യാത്രമധ്യേ നമ്മളീ പറഞ്ഞ ഏകദൈവ വിശ്വാസികളായ വർഹയുടെയും പെങ്ങൾ ഖുദൈലയുടെയും വീടിന് മുന്നിലെത്തി. ഖുദൈല അവരെ കണ്ടു. അബ്ദുൾ മുത്തലിബിന് അപ്പോൾ 70 വയസ്സുണ്ട്. എന്നിട്ടും പുള്ളി മമ്മൂട്ടിയെ പോലെ ചുള്ളനാണ്. എങ്കിലും അവളുടെ നോട്ടം അബ്ദുള്ളയിലേക്ക് വഴുതി വീണു. അബ്ദുള്ളയെപ്പറ്റി അവൾ കേട്ടിട്ടുണ്ട്, പക്ഷെ ആദ്യമായി കാണുകയാണ് അബ്ദുള്ള, സൗന്ദര്യമൂർത്തി. ഖുദൈല അവനെ കണ്ട് അന്താളിച്ചു നിന്നു. ഈ അബ്ദുള്ള ആയിരിക്കുമോ ഞാൻ പ്രതീക്ഷിക്കുന്ന പ്രവാചകൻ? അല്ലെങ്കിൽ ഇവൻ ഉണ്ടാകുന്ന മകനായിരിക്കുമോ പ്രവാചകൻ? അവൾ അറിയാതെ വിളിച്ചുപോയി, അബ്ദുള്ള. അബ്ദുള്ള അപ്പനിൽ നിന്നും കുറച്ചു മാറി അവളുടെ അടുത്തേക്ക് ചെന്നു. അബ്ദുള്ള, നീ എവിടെയാണ് പോകുന്നത്? ഞാൻ എൻ്റെ അപ്പനോടൊപ്പം പോകുന്നു. അബ്ദുള്ള, നീ എന്നെ ഇപ്പോൾ വിവാഹം കഴിക്കണം. നിങ്ങളുടെ ജീവൻ തിരിച്ചു കിട്ടാൻ എത്ര ഒട്ടകങ്ങളെയാണോ ബലി കൊടുത്തത്, അത്രയ്ക്കും ഒട്ടകങ്ങളെ ഞാൻ നിനക്ക് തരാം. നീ എന്നെ വിവാഹം കഴിക്കണം. അബ്ദുള്ള പറഞ്ഞു, സമയം വൈകിപ്പോയി, ഐ ആം എൻഗേജ്ഡ്. തുടർന്ന് മുൻ നിശ്ചയപ്രകാരം തന്നെ അബ്ദുള്ളയുടെയും ആമിനയുടെയും വിവാഹം നടന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അബ്ദുള്ള വീണ്ടും ഖുദൈലയെ വഴിയിൽ വെച്ച് കണ്ടു. അവൾ തന്നോട് പഴയ പോലെ പ്രണയാഭ്യർത്ഥന നടത്തുമെന്ന് അബ്ദുള്ള കരുതി, പക്ഷെ ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ അബ്ദുള്ളയ്ക്കായി ടെൻഷൻ, ഉത്കണ്ഠയായി. അവൻ അവളോട് ചോദിച്ചു, നീ എന്താണ് അന്നത്തെ പോലെ എന്നോട് സംസാരിക്കാത്തത്? അവൾ പറഞ്ഞു, സമയം വൈകിപ്പോയി. അന്ന് നിന്നോടൊപ്പം ഉണ്ടായിരുന്ന ആ പ്രകാശം അത് നിന്നെ വിട്ടുപോയി. അത് നീ ആമിനയ്ക്ക് കൊടുത്തിരിക്കുന്നു. ഇന്ന് എൻ്റെ ആവശ്യം നിനക്ക് പൂർത്തീകരിച്ച് തരാനാകില്ല. AD 569 അബ്ദുള്ളയുടെയും ആമിനയുടെയും വിവാഹം. ആ ദാമ്പത്യം അധികനാൾ നീളും മുമ്പേ അബ്ദുള്ള രോഗാതുരനായി അന്തരിച്ചു. കച്ചവടത്തിന് പുറംനാട്ടിലേക്ക് പോയതായിരുന്നു. രോഗം ബാധിച്ചപ്പോൾ സ്വന്തം നാടായ യസ്രിബിൽ വീട്ടിൽ റെസ്റ്റ് ചെയ്തെങ്കിലും മരിച്ചു. മരണവിവരം ആമിന അറിയുമ്പോൾ അവൾ കരഞ്ഞു. പക്ഷേ ഒരേ ഒരു ആശ്വാസം, തൻ്റെ പ്രാണപ്രിയൻ്റെ തുടിപ്പ് അവളുടെ ഉദരത്തിലുണ്ടായിരുന്നു. ആ തുടിപ്പ് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അവളിലൊരു ദിവ്യ പ്രകാശം സ്ഫുരിക്കുന്നത് അവൾക്ക് ഫീൽ ചെയ്തു. പ്രസവം അടുക്കും തോറും ആ പ്രകാശം കൂടുതൽ കൂടുതൽ തെളിഞ്ഞു. ഒരു ദിവസം ഒരു അശരീരി ആമിനയോട് ഇങ്ങനെ പറഞ്ഞു, നീ ഗർഭപാത്രത്തിൽ വഹിച്ചിരിക്കുന്നത് ഈ ജനതയുടെ നേതാവിനെയാണ്. അവൻ പിറന്നാൽ നീ പറയണം, ഏകനായ ഒരാളുടെ സംരക്ഷണത്തിൽ ഞാൻ ഇവനെ നിർത്തിയിരിക്കുന്നുണ്ടെന്ന്. ഏകനായ ദൈവത്തോട് മാത്രം അഭയം തേടുന്നുവെന്ന് നീ പറയണം. മാത്രമല്ല, അവന് നീ മുഹമ്മദ് എന്ന് നാമകരണം ചെയ്യുകയും വേണം. ഈ അശരീരിക്ക് ശേഷം കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ കുട്ടി പിറന്നു. അവന് മുഹമ്മദ് എന്ന നാമകരണം ചെയ്തു. ഈ മുഹമ്മദാണ് ലോകത്തിൽ ഇന്നും ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ചരിത്ര പുരുഷൻ. ആ റെക്കോർഡ് തൽക്കാലം ആർക്കും ഭേദിക്കാനാകില്ല. സുഹൃത്തുക്കളെ, മുഹമ്മദ് ജനിച്ച കഥ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി പ്രവാചകരായ കഥ, ഭരണാധികാരിയായ കഥ, യുദ്ധങ്ങൾ, കൊലകൾ, അങ്ങനെ ഒരുപാട് നമുക്ക് പറയാനുണ്ട്. ഇസ്ലാം പണ്ഡിതർ തന്നെ പറഞ്ഞിട്ടുള്ളതും വിവിധ മുസ്ലിം മതവിഭാഗങ്ങൾ അംഗീകരിക്കുന്നതും അതുകൊണ്ട് തന്നെ മതനിന്ദ അല്ലാത്തതുമായ കാര്യങ്ങൾ മാത്രമേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ലോകത്തിലെ പ്രമുഖ ഇസ്ലാം മത പണ്ഡിതരെല്ലാം അംഗീകരിച്ച മാർട്ടിൻ ലിങ്സ് എഴുതിയ മുഹമ്മദ് എന്ന പുസ്തകമാണ് ഞാൻ കൂടുതലായി റെഫർ ചെയ്യുന്നത്. പിന്നെ പറയുമ്പോൾ ലേശം ഒരു തമാശ കലർത്തി പറയും. കാരണം എൻ്റെ കേൾവിക്കാർ അധികവും നിരീശ്വരവാദികളാകുന്നു. അവർക്ക് ഇഷ്ടപ്പെടും വിധവും എനിക്കിഷ്ടപ്പെടും വിധവുമാണ് എൻ്റെ പറച്ചിൽ. എന്നിട്ടും ആർക്കെങ്കിലും വ്രണപ്പെടുന്നുവെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല. അവർക്ക് ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഉപേക്ഷിച്ച് പോകാവുന്നതാണ്. നന്ദി, നമസ്കാരം.